ചുമ്മാതല്ല കേട്ടോ ഈ പച്ചടി ഇത്രയും വൈറലായത്. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഷെഫ് പിള്ള സാറിൻ്റെ വൈറലായ ഉള്ളിത്തക്കാളി പച്ചടിയെക്കുറിച്ചാണ് കേട്ടോ. സംഭവം അടിപൊളി ടേസ്റ്റാണ്, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഷെഫ് പിള്ള സാറിൻ്റെ ഉള്ളിത്തക്കാളി പച്ചടി ഞാനും ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. സവാളയും തക്കാളിയും പച്ചമുളകും. അപ്പം നമ്മളിത് ഇത്രയും എടുക്കുന്നില്ല, ആവശ്യത്തിന് മാത്രം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി കട്ട് ചെയ്തെടുത്തിട്ട് വരാം. നമ്മളിവിടെ ഇപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെറിയ 2 സവാളയും 1 പച്ചമുളകും 1 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി നല്ല പുളിയുള്ളത് കൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തത്. സവാള ഞാൻ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണേലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളി ഞാൻ അതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്കിതാ ഒരു ബൗളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയെല്ലാം ഇട്ട് കൊടുക്കാം. ഇനിയെടുത്ത് നമുക്കിതിലേക്ക് ഉണ്ടല്ലോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യത്തിന് പച്ചമുളക് എടുക്കാം കേട്ടോ. ഞാൻ നല്ല എരിവുള്ളതുകൊണ്ട് ഒരു ചെറിയ പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. എൻ്റെത് ചെറുതായിട്ടൊന്ന് വാടിയത് കൊണ്ട് തന്നെ ഞാൻ കറിവേപ്പില കൈ കൊണ്ടൊന്ന് മുറിച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്താൽ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് മെയിൻ പരിപാടി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തിരുമിയെടുക്കണം. അപ്പോൾ നമ്മളിതാ നന്നായിട്ടൊന്ന് തിരുമിയെടുക്കുകയാണ് കേട്ടോ. എത്രത്തോളം ശക്തിയായിട്ട് നമുക്ക് തിരുമിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാം. കാരണം ഈ സവാളയും തക്കാളിയെല്ലാം നല്ല രീതിക്കൊന്ന് സോഫ്റ്റായിട്ട് കിട്ടണം കേട്ടോ. പിന്നെ പച്ചമുളകൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഗ്ലൗസ് യൂസ് ചെയ്യുന്നവർക്ക് അത് ഉപയോഗിക്കാവേ. അപ്പം നമ്മളിവിടെ ഗ്ലൗസ് ഒന്നും ഇടാതെ തന്നെ കൈ കൊണ്ട് നല്ല രീതിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞ് നമ്മുടെ സവാളയുടെയും തക്കാളിയുടെയൊക്കെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. 1 മിനിറ്റ് വരെ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിക്കേ നമ്മുടെ സവാളയെല്ലാം ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മുടെ തക്കാളിയുടെയും സവാളയുടെയൊക്കെ ജ്യൂസൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കളയൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പച്ചടിയിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് നല്ല കട്ട തൈരാണ് കേട്ടോ. അപ്പോൾ തൈര് എടുക്കുമ്പോഴുണ്ടല്ലോ ഒരുപാട് പുളിയുള്ള തൈര് എടുക്കാതിരിക്കുക. പുളി കുറഞ്ഞ തൈര് തന്നെ എടുക്കുക. തൈര് നമ്മൾ നന്നായിട്ട് ഒരു സ്പൂണ് കൊണ്ട് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തൈര് എപ്പോഴും കട്ടിയുള്ളതായാൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ തൈരിൽ നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ട് ഇല്ല. ഇനി നമുക്ക് തൈര് നേരെ നമ്മുടെ ഈ തക്കാളിയുടെയും ഉള്ളിയുടെയും മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ തക്കാളിയിലൊക്കെ നേരത്തെ ഉപ്പിട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഈ തൈര് ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു കറിയുടെ കളർ തന്നെ മാറി വരുന്നുണ്ട് കേട്ടോ. ആ തക്കാളിയുടെ ഒരു കളറും എല്ലാം കൂടെ ചേർന്ന് നമ്മുടെ കറിയുടെ കളറൊക്കെ മാറി നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഉപ്പ് കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണേൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ പച്ചടിക്ക് വേണ്ട താളിപ്പുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 5-6 കൊച്ചുള്ളി ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ആ ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ചേഞ്ചായി വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. അപ്പോഴത്തേക്കും നമ്മുടെ കറി ഒന്നുകൂടെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ താളിപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം. താളിപ്പ് ഒഴിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ. അടിപൊളി മണം വരുന്നുണ്ട്. നമ്മുടെ ആ കറിയുടെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ടോ നോക്കിക്കേ. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ബിരിയാണിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. നമുക്കിത് താളിപ്പെല്ലാം നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിത്തക്കാളി പച്ചടി റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഈ വൈറൽ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.